ഇത് സിസ്റ്റം കറക്റ്റ് ചെയ്ത് പോകുന്നതിന് 2015 മുതൽ 2011 മുതൽ 2025 വരെയുള്ള മുഴുവൻ ഡേറ്റയും പുറത്തുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഡേറ്റയും യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ, മെഡിക്കൽ കോളേജിൽ, അതായത് അത്രയും രോഗികൾ എത്തുകയാണ്. അത് മെഡിക്കൽ കോളേജുകളിലുള്ള വിശ്വാസം കൊണ്ടാണ്. സ്വകാര്യ ആശുപത്രികളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, സ്വകാര്യ ആശുപത്രിയിൽ ഒരു വെന്റിലേറ്ററിന്, ഒരു ICUവിന് ലക്ഷങ്ങൾ ഒരു ദിവസം ചോദിക്കുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് വരികയാണ്. ഒരു വെന്റിലേറ്റർ നൽകണം, ICU സംവിധാനം ഒരുക്കണം. സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ലാത്ത സാധാരണക്കാർ എത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. ഇനിയിപ്പോ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോ ഏറ്റവും സൗജന്യമായി, അതാണ് ഞാൻ പറഞ്ഞത്, 1600 കോടി രൂപ ഒരു വർഷം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, കേരളം എന്ന നമ്മുടെ സംസ്ഥാനം 1600 കോടി രൂപ നൽകി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് കേരളമല്ല, കേന്ദ്ര സർക്കാരാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ പറയുകയാണ്, നോക്കൂ, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നമ്പർ ഓഫ് പേഷ്യൻസ്, നമ്പർ ഓഫ് ഇന്റർവെൻഷൻസ്, നമ്പർ ഓഫ് കേസസ്, നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ നോക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ, ഏതെങ്കിലും കാലഘട്ടത്തിൽ ആർദ്രത്തിലൂടെ ആയിരക്കണക്കിന് തസ്തികകൾ ആരോഗ്യ വകുപ്പിൽ സൃഷ്ടിച്ചു, ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ എന്നിട്ടും പോരാ, സിസ്റ്റത്തിൽ കറക്ഷൻ ഉണ്ടാകണം. അങ്ങനെ സൂക്ഷ്മമായ കറക്ഷൻ ആവശ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതാണ്. അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ട് ആണത് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ടത്, അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം. പക്ഷെ അത് പരിശോധിക്കപ്പെടട്ടെ. അതെങ്ങനെ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, സർക്കാരുമുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ 3000 രൂപ കൂടുതലായിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരാള് ഒരു മാധ്യമ ആരോടേലും ഒരു ഇത് മനുഷ്യാവകാശ കമ്മീഷൻ മറ്റേ കേസിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞായിട്ട് കേട്ടു. അതായത് ഒരു മെഷീൻ കുത്തിയൊടിച്ചത് വാർത്ത വന്നുടനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെട്ടൊരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായും തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ അതില് നമുക്കൊരു പെട്ടെന്ന് ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്ന രീതിയിൽ വാങ്ങാൻ പറ്റില്ല. പക്ഷെ അതിൽ മാറ്റമുണ്ടാകണം. ഇത് ആളുകളുടെ ജീവനും ആളുകളുടെ രോഗവും ആളുകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെ അതാണ്. ഇപ്പൊ വീണ്ടും നമ്മൾ ഫയൽ അദാലത്തുകൾ വെക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട CM തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഫയൽ അദാലത്ത്. ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ആഴ്ചയും എല്ലാ HOD-മാരുടെ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും, ഇപ്പോ ഈ കഴിഞ്ഞ മാസം തൊട്ട് 2 ആഴ്ചയിൽ ആദ്യത്തെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും HOD-മാരുടെ മീറ്റിംഗ് എടുക്കുന്ന ഒരു മിനിസ്റ്ററാണ് ഞാൻ. എല്ലാ തിങ്കളാഴ്ചയും HOD-മാരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഫയലുകൾ തീർപ്പാക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫയൽ അദാലത്തുകളുടെ വിഷയത്തിൽ, നിങ്ങൾക്ക് അതുപോലെ അനധികൃത അവധിയുടെ വിഷയത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു വേദി കൂടിയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പേഷ്യന്റിനെ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുകയും അങ്ങനെ ഒരു വിഷയം അത് ഒരു സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുക. അതാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നത്, അങ്ങനെ കരുതുന്നിടത്ത് നമ്മുടെ ഓരോ ആളുടെയും വേദന പ്രധാനപ്പെട്ടതാണ്, ഒരു വ്യക്തിയുടെയും ജീവിതം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞ അദ്ദേഹത്തിന്റെ പോസ്റ്റുമായിട്ടും ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഏതായാലും ഉറപ്പാണ്, സർക്കാർ ആശുപത്രികളെ ഒന്നടങ്കം ആക്ഷേപിക്കരുത്. നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് നോക്കണം. സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ എത്രത്തോളം വർധന ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 2021 സൗജന്യ ക്ലെയിം, അതായത് ഒരു ക്ലെയിം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ രോഗത്തിന്റെ ഒരു കേസാണ്. അപ്പോ 2021 2.5 ലക്ഷമാണ് ക്ലെയിം ഉണ്ടായിരുന്നത്. 2.5 ലക്ഷം ആളുകൾക്കാണ് സൗജന്യ ചികിത്സ കൊടുത്തിരുന്നത്. 2024 ആയപ്പോഴേക്കും അത് 6.5 ലക്ഷമായി. 3 വർഷം കൊണ്ടുള്ള വർധനമെന്ന് നോക്കിക്കേ, എത്ര വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള സൗകര്യങ്ങൾ എത്ര ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കണം. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വകാര്യ മേഖലയിലെ പോലെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്യുപ്മെന്റ് പർച്ചേസിനൊക്കെ പല നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണമെന്നേ. അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നമ്മളിപ്പോ ഫയൽ അദാലത്ത് നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങളോട് CM ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിടുന്ന എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടേക്കാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ടത്, അവിടെ പോയൊരു പ്രശ്നങ്ങൾ തീർക്കുകയല്ല.
അത് മാത്രം ചെയ്ത് തിരിച്ചു വരികയല്ല. ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് നൽകണമെന്ന് മിനിസ്റ്റേഴ്സിനോട് ബഹുമാനപ്പെട്ട CM തന്നെ ആവശ്യപ്പെടുകയും മിനിസ്റ്റേഴ്സ് തന്നെ അത് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ എഴുതി നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു കറക്ഷൻ പ്രൊസീജിയർ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 2011-15 കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഒരു കേസ് നടന്നു, രോഗി മരിച്ചുപോയി. നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. ഒരു 10 വർഷം മുൻപ് തിരുവനന്തപുരത്ത് അപൂർവ രോഗത്തിന് ചികിത്സ ഉണ്ടായിരുന്നില്ല. ഒരു 10 വർഷം മുൻപ് സ്ട്രോക്ക് കോംപ്രിഹെൻസീവ് സെന്റർ ആയിരുന്നോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്? ആയിരുന്നില്ല. ഇതൊക്കെ ഇപ്പൊ നോക്കൂ, ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ ഡോക്ടർ തോമസ് സാഹിബ്, ഡോക്ടർ ദിലീപ് ഒക്കെ അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ അത് തുടങ്ങിയ സംവിധാനമാണ് നമ്മുടെ സ്ട്രോക്ക് കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെന്റർ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണല്ലോ. അപ്പൊ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിൽ ഡോക്ടേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ, അവരുടെ ഇടപെടലുകൾ, അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സിസ്റ്റത്തെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കാര്യം, 760 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അനുവദിച്ചത്. അപ്പോ അതില് നമുക്കിപ്പോ അവിടെ ഒരു ബിൽഡിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഒരു ബിൽഡിംഗിന്റെ നിർമ്മാണം തുടങ്ങുന്നു. അവിടെ ഒരു ഫ്ലൈ ഓവർ, മറ്റു കാര്യങ്ങൾ, ഇനി എക്യുപ്മെന്റ്സ്, MRI-യും CT സ്കാനും ഒക്കെ ഉൾപ്പെടെ എല്ലാ വിധമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് അതിന് അനുവാദം കൊടുത്ത് ചെയ്യുകയാണ്. അതെല്ലാം അതിനൊരു പ്രൊസീജിയറാണ് ഉള്ളത്. പക്ഷെ ആ പ്രൊസീജിയറിൽ അനാവശ്യമായിട്ടുള്ള കാലതാമസം നേരിടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അനാവശ്യമായ കാലതാമസം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടും. ഡോക്ടർ ഹാരിസിന്റെ ശസ്ത്രക്രിയ. യെസ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു വീണ ജോർജ്. ഡോക്ടർ സത്യസന്ധനാണ്, കഠിനാധ്വാനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ ജോർജ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഈ ഡോക്ടർ പുറത്തു പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു പിഴവുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. അതേസമയം ആരോഗ്യമന്ത്രി ചില കണക്കുകൾ കൂടി നിരത്തുന്നുണ്ട്. നിരവധി ആളുകൾ, മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നിരവധി ആളുകൾ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരുപാട് ആളുകൾ എത്തുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് പറയുന്നു. ഇപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് സർക്കാർ കൂടി ഉൾപ്പെട്ടതാണ് എന്ന് കൂടി മന്ത്രി പറയുന്നുണ്ട്. ഡോക്ടർ ചൂണ്ടിക്കാണിച്ചത് സിസ്റ്റത്തിന്റെ പിഴവാണ്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പറയുന്നു. ഒരു കാര്യം മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മന്ത്രി കൃത്യമായി കേട്ടിരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും മന്ത്രി അതിൽ കൃത്യമായി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രോബ് തകരാറിലായി. അപ്പോൾ മന്ത്രി തന്നെ പറയുന്നുണ്ട്, പ്രോബിന് വില കൂടിയിട്ടുണ്ട്, 3000 രൂപ ഒരു പ്രോബിന് വെച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 പ്രോബ് വാങ്ങുമ്പോൾ അതിൽ 9000 രൂപയുടെ വർധനവുണ്ടാകും. അപ്പോൾ അത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങുക എന്ന് പറയുമ്പോൾ ഓഡിറ്റിൽ പ്രശ്നമുണ്ടാകും. പിന്നീട് അത് അഴിമതി ആരോപണമായൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മന്ത്രി പറയുന്നത് സാങ്കേതിക പ്രശ്നങ്ങളാണ്. പക്ഷേ അവിടെ ശസ്ത്രക്രിയ തേടി വരുന്ന ഒരു സാധാരണക്കാരനും ഈ സാങ്കേതിക പ്രശ്നങ്ങൾ അറിയേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവൻ രക്ഷയ്ക്കുതകുന്ന ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് നടത്തുക. അതിന് ഏത് സിസ്റ്റത്തിന്റെ പിഴവുകൾ പറഞ്ഞാലും, ഏത് ഫയലുകളുടെ കാലതാമസം പറഞ്ഞാലും അതിനൊരു പരിഹാരമാകില്ല എന്നുള്ളത് കൂടിയാണ്. എന്തായാലും മന്ത്രിയും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നിരത്തുന്നത്. ഇത്രയും അധികം ആളുകൾ ആശ്രയിക്കുന്നുണ്ട്. മുൻവർഷങ്ങളെക്കാൾ സർക്കാർ സംവിധാനങ്ങളിൽ ആളുകൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എന്നൊക്കെ മന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, മുൻവർഷങ്ങളിൽ നടന്ന സർജറിയുടെ കണക്ക്, അനുവദിച്ച പണത്തിന്റെ കണക്കൊക്കെ മന്ത്രി കൃത്യമായി എടുത്തു തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. നേരത്തെ ആശുപത്രി സൂപ്രണ്ടും ഒപ്പം DME ഒക്കെ ചെയ്തതുപോലെ പൂർണ്ണമായും ഡോക്ടറെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല മന്ത്രി സംസാരിക്കുന്നത് എന്നുള്ളത് കൂടി ആശ്വാസകരമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.